മച്ചന്മാരെ ആരും സ്ക്രോൾ ചെയ്ത് പോയത്. ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം ഷെയർ ചെയ്യുകയാണ്. നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ സ്വാമിമാരെ മുണ്ടില്ലേ, അതിനൊരു പവിത്രതയില്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടമാനം ആള് ആ മുണ്ട് കൊടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചങ്ങായിനെ കണ്ടു. അപ്പോൾ ഓൻ എന്നാ പറഞ്ഞത്, ഓനോട് ഞാൻ ചോദിച്ചു നീ സ്വാമിയാന്ന്. അപ്പോൾ ഓൻ പറഞ്ഞല്ല ഞാൻ സ്വാമിയല്ല, ഞാൻ സ്വാമിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ മാല വരെ കാണേണ്ടി വരും സ്വാമിയോ അല്ലേന്ന് തിരികെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ആ മുണ്ട് കൊടുത്ത് നടക്കുന്നുണ്ട്. ദയവേത് അതിൻ്റെ പവിത്രത ആരും കളങ്കപ്പെടുത്തരുത്. പിന്നെന്ന് വെച്ചാൽ ഒരാൾ ഔട്ട് ബാറിൽ പോയിട്ട് വെള്ളമടിക്കുക, ബീഫ് തിന്നുക, അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ആ മുണ്ടിനൊരു പവിത്രതയുണ്ട്. അത് ആരും കളങ്കപ്പെടുത്തരുത് ദയവേത്. അന്നെ ഒരു ഭക്തൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. പരമാവധി ആൾ കറുപ്പ് ഉപയോഗിക്കാണ്ട് പോകുക. സ്വാമിയായ സമയത്ത് മാത്രം 48 ദിവസം വ്രതം എടുത്തിട്ടല്ലേ നമ്മൾ ശബരിമലക്ക് പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെതായ അതിൻ്റെതായ കാര്യങ്ങളോടുകൂടി നിങ്ങൾ ശബരിമലക്ക് പോകേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആരും ദയവേത് കറുത്ത് കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ മണ്ഡലമാസം പിന്നെ ഫുള്ള് സ്വാമിമാരായി പോകും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ കാര്യം പറയാനാണ് ഞാൻ ഇപ്പം വന്നത്. ദയവേത് നിങ്ങൾ കറുപ്പ് കൊടുക്കരുത്, അവിടെ ട്രെൻഡ് ആക്കരുത് കേട്ടോ. കാരണം സ്വാമിമാരുടെ വില കളറ്. ഓക്കെ, എന്നോടൊന്നും തോന്നരുത് കേട്ടോ. തോന്നരുത്. പിന്നെന്ന് വെച്ചാൽ ശബരിമലക്ക് എന്തോ മോഷണം പോയി തന്നെ. അതെന്ന് വെച്ചാൽ അതായത് അത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക എങ്ങനെയല്ല. അപ്പോഴെന്ന് വെച്ചാൽ ഓൻ അത് കട്ടിട്ടുണ്ടെങ്കിൽ ഓന് ശിക്ഷ അനുഭവിക്കണം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.